നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് 24 വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. ഇന്ന് ജൂലൈ 16 ചൊവ്വ, കർക്കിടകം 1. പഞ്ഞമാസത്തിന്റെ തുടക്കമാണെങ്കിലും രാമായണ മാസമാണ്. ഒപ്പം കർക്കിടക ചികിത്സയുടെയും ഒക്കെ കാലമാണ്. ഒരു നല്ല ശീലങ്ങളുടെയും തയ്യാറെടുപ്പുകളുടെയും ഒരു കാലം കൂടിയാണ് വരുന്നത്. കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ മഴ കനക്കുമെന്ന സാഹചര്യമാണ്. പലയിടത്തും ഇപ്പോഴും മഴ തുടരുകയാണ്. ജമ്മു കാശ്മീരിൽ നിന്ന് വരുന്ന വാർത്തകളും അത്ര നല്ലതല്ല. അവിടെ ഭീകരാക്രമണം, ഡോഡോ ജില്ലയിൽ ഭീകരാക്രമണം ഉണ്ടായി, 5 സൈനികർക്ക് പരിക്കേറ്റു എന്ന വാർത്ത വരുന്നു. ഇതടക്കം ഒരുപാട് വാർത്തകൾ സംഭവിക്കുന്നു. ഇന്നലെ രാത്രിയിലും ഇന്നുമായി സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. 100 ന്യൂസിൽ ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യത. ഉയർന്ന തിരമാലകൾക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ തൊഴിലാളി എൻ ജോയ് മരിച്ചതിൽ റെയിൽവേയും കോർപ്പറേഷനും പഴിചാരൽ തുടരുന്നു. അപകടത്തിന് കാരണം റെയിൽവേയുടെ വീഴ്ചയെന്ന നിലപാടിലുറച്ച് കോർപ്പറേഷൻ. തോട്ടിൽ മാലിന്യം തള്ളുന്നില്ലെന്ന് റെയിൽവേയുടെ വിശദീകരണം. KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിന് ഇന്ന് വയനാട്ടിൽ തുടക്കമാകും. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും തദ്ദേശ തെരഞ്ഞെടുപ്പും ചർച്ചയാകും. KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ അധ്യക്ഷതയിൽ ബത്തേരി സപ്ത റിസോർട്ടിലാണ് ക്യാമ്പ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും. കെ മുരളീധരൻ വിട്ടുനിൽക്കാൻ സാധ്യത. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായെന്ന് CPIയുടെ ദേശീയ നേതൃയോഗങ്ങളിൽ വിലയിരുത്തൽ. സംഘടനാപരമായി പാർട്ടിയെയും മറ്റ് ഇടതു പാർട്ടികളെയും ശക്തിപ്പെടുത്തുക എന്ന തീരുമാനം ഫലപ്രദമായി നടപ്പാക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന വിമർശനവും അവലോകന റിപ്പോർട്ടിലുണ്ടെന്ന് സൂചന. പാർട്ടി ജനറൽ സെക്രട്ടറി D രാജ ഇന്ന് മാധ്യമങ്ങളെ കാണും. PSC കോഴ ആരോപണത്തിൽ CPIM നേതൃത്വത്തിനും പാർട്ടി കൺട്രോൾ കമ്മീഷനും പ്രമോദ് കോട്ടൂളി ഇന്ന് പരാതി നൽകും. ചിലർ തിരക്കഥയുണ്ടാക്കി തനിക്കെതിരെ പ്രവർത്തിച്ചെന്നും പ്രമോദ് കോട്ടൂളി. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് മൊബൈൽ ഷോപ്പ് ഉടമ ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 3 പേർ കസ്റ്റഡിയിൽ. പ്രതികളെ താമരശ്ശേരി DYSP P പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യുന്നു. ഹർഷാദ് 10 ലക്ഷം രൂപ നൽകാനുണ്ടെന്ന് പ്രതികളുടെ മൊഴി. ശനിയാഴ്ച പുലർച്ചെ തട്ടിക്കൊണ്ടുപോയ ഹർഷാദിനെ അക്രമി സംഘം വയനാട് വൈത്തിരിയിൽ ഇറക്കിവിട്ടത് ഇന്നലെ. സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണം കൂടുന്നു. ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയവ വർദ്ധിക്കുന്നതിൽ ആശങ്ക. കളമശ്ശേരി നഗരസഭയിൽ ഒരാഴ്ചക്കിടെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 68 പേർക്ക്. പ്രസിദ്ധമായ ആനയൂട്ടിനൊരുങ്ങി തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം. ആനയൂട്ടിൽ പങ്കെടുക്കുക 15 പിടിയാനകളടക്കം 70ഓളം ആനകൾ. 9:30 ആനയൂട്ട് ആരംഭിക്കും. ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ നമ്പൂതിരി ആദ്യ ഉരുള നൽകും. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. ഇടുക്കി കല്ലാർ മാങ്കുളം റോഡിൽ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം. ഏത് നിമിഷവും റോഡിലേക്ക് കടപുഴകി വീഴുമെന്ന അവസ്ഥയിലുള്ളത് 1-ലേറെ മരങ്ങൾ. 4 മാസമായിട്ടും നിർമ്മാണം പൂർത്തിയാകാതെ കോഴിക്കോട് ബേപ്പൂർ പോലീസ് സ്റ്റേഷൻ. കെട്ടിട വളപ്പിൽ കാടുകൾ പടർന്ന് പന്തലിച്ചു. കെട്ടിടത്തിന് സ്ട്രക്ചർ ഒരുക്കിയ ഇരുമ്പ് തൂണുകൾ തുരുമ്പെടുത്ത് നശിച്ച നിലയിൽ. ആലപ്പുഴ എടത്തുവ KSRTC ബസ് സ്റ്റാൻഡിൽ തെരുവുനായകൾ കൂട്ടത്തോടെ തമ്പടിക്കുന്നത് പരാതി. യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഭയം കൂടാതെ ഡിപ്പോയിലെത്താൻ നായ്ക്കളുടെ ശല്യം ഒഴിവാക്കാൻ നടപടി വേണമെന്ന് ആവശ്യം. പത്തനംതിട്ട കുടമുരുട്ടിയിൽ കാട്ടാന ശല്യം രൂക്ഷം. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വനപാലകർ രാത്രികാല പട്രോളിംഗ് ഊർജിതമാക്കണമെന്ന് പ്രദേശവാസികൾ. മോണിക്ക ഒരു AI സ്റ്റോറി സിനിമയുടെ പ്രദർശനം 25 ദിവസം പൂർത്തിയാക്കിയതിന്റെ ആഘോഷം മാഹിയിൽ സംഘടിപ്പിച്ചു. നിയമസഭാ സ്പീക്കർ AN ഷംസീർ മുഖ്യാതിഥിയായി. സാംസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മൻസൂർ പള്ളൂർ നിർമ്മിച്ച ചിത്രം മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ EM അഷ്റഫാണ് സംവിധാനം ചെയ്തത്. പാലക്കാട് പുത്തൂർ ചന്ത ജംഗ്ഷനിൽ പുതിയ സിഗ്നൽ സംവിധാനം നിലവിൽ വന്നു. തൂണിന്റെ അടിത്തട്ട് മുതൽ സിഗ്നൽ ലൈറ്റുകൾ ഉണ്ടെന്നതാണ് പുതിയ സംവിധാനത്തിന്റെ പ്രത്യേകത. തൃപ്പൂണിത്തുറ പൂത്തോട്ട CHC വികസന സംരക്ഷണ സമിതിയുടെ യോഗം ഇന്ന് വൈകിട്ട് 4-ന് ചേരുന്ന യോഗത്തിൽ ചെയർമാൻ ജയപ്രകാശൻ അധ്യക്ഷനാകും.
തിരുവനന്തപുരം വനംവകുപ്പിന്റെ ലോക സർപ്പ ദിനാചരണം ഇന്ന്. മന്ത്രി AK ശശീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. PTP നഗറിലെ ഫോറസ്റ്റ് കോംപ്ലക്സിൽ നടക്കുന്ന പരിപാടിയിൽ VK പ്രശാന്ത് MLA അധ്യക്ഷനാവും. വരാപ്പുഴ അതിരൂപതയിൽ യുവജന വർഷാചരണത്തിന്റെയും കത്തോലിക്ക സഭ മഹാജൂബിലി ആഘോഷത്തിന്റെയും ഭാഗമായി 25 വൃക്ഷത്തൈകൾ നട്ടു. കാക്കനാട് ചെമ്പുമുക്ക് സെയിന്റ് മൈക്കിൾസ് ദേവാലയ KCYM പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു വൃക്ഷത്തൈ നടീൽ. ഇടവക വികാരി ഫാദർ ടൈറ്റസ് ആന്റണി കുരിശുവീട്ടിൽ, KCYM പ്രസിഡന്റ് അജോൺ എന്നിവർ നേതൃത്വം നൽകി. കൊട്ടാരക്കരയിൽ ഹരിതശ്രീ പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിൽ വിഷരഹിത ഉച്ചഭക്ഷണവും പച്ചക്കറി ഉൽപാദനവും ലക്ഷ്യമിട്ട് വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് മന്ത്രി KB ഗണേഷ് കുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S രഞ്ജിത്ത് അധ്യക്ഷനായി. കരുനാഗപ്പള്ളി ഡോക്ടർ BR അംബേദ്കർ സ്റ്റഡി സെന്റർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പൊതുസമ്മേളനവും അംബേദ്കർ അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കൊല്ലം കരീപ്ര പഞ്ചായത്തിലെ തളവൂർക്കോണം വാർഡിൽ സ്വകാര്യ വ്യക്തി ജനവാസ മേഖലയിൽ തുടങ്ങുന്ന പ്ലൈവുഡ് ഫാക്ടറിക്ക് പഞ്ചായത്ത് നൽകിയ നിർമ്മാണ അനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപക പ്രതിഷേധം. സാംസ്കാരിക ക്ലബ്ബുകൾ, പാടശേഖര സമിതി, കുടിവെള്ള പദ്ധതി ഭാരവാഹികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചേർന്ന് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊല്ലം റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നടന്ന രക്തദാന ക്യാമ്പ് കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ SR രമേശ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വാഫി PG ക്യാമ്പസ് കാളികാവിന്റെ 2024-25 അധ്യയന വർഷത്തെ വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനോദ്ഘാടനം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. എഴുത്തുകാരനും ചിന്തകനുമായ അജയ് P മങ്ങാട് മുഖ്യാതിഥിയായി. വാഫി ക്യാമ്പസ് ഡീൻ ഡോക്ടർ ജലീൽ വാഫി ചേലക്കാട് അധ്യക്ഷത വഹിച്ചു. തൃശൂർ മാള ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിൽ ചോർച്ച. പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും മുറിയിലെ മേൽക്കൂരയാണ് ചോർന്നൊലിക്കുന്നത്. കാസർഗോഡ് നല്ലമ്പുഴ സെക്ഷനിലെ ലൈൻമാൻ അരുൺകുമാറിനെ ജീപ്പ് പിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനെതിരെ പ്രതിഷേധവുമായി വൈദ്യുതി മേഖലയിലെ തൊഴിലാളികൾ. ചിറ്റാരിക്കൽ ടൗണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിലും പൊതുയോഗത്തിലും നൂറുകണക്കിന് തൊഴിലാളികൾ അണിനിരന്നു. കാസർഗോഡ് മേലാങ്കോട്ട് AC കണ്ണൻ നായർ ഗവൺമെന്റ് UP സ്കൂളിൽ 9ാമത് സ്പോർട്സ് യോഗാസന ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. യോഗ ഫോർ കിഡ്സ് കാസർഗോഡ് ഓവറോൾ ചാമ്പ്യന്മാരായി. ചേതന യോഗ തൃക്കരിപ്പൂർ 2ാം സ്ഥാനവും അഷ്ടാംഗ യോഗ കാസർഗോഡ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന സമ്മേളനം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. നവകേരളം കർമ്മ പദ്ധതി 2ന്റെ ഭാഗമായി നീലേശ്വരം നഗരസഭാതല മിഷൻ യോഗത്തിന്റെ ഉദ്ഘാടനവും ജലബജറ്റ് പ്രകാശനവും ചെയർപേഴ്സൺ TV ശാന്ത നിർവഹിച്ചു. വൈസ് ചെയർമാൻ PP മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TV ദാമോദരൻ ചെയർപേഴ്സണിൽ നിന്ന് ബജറ്റ് പ്രതി ഏറ്റുവാങ്ങി. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭയിൽ 1 മുതൽ 10 വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ സ്കൂൾ കിറ്റ് വിതരണം ചെയ്തു. ടൗൺ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. പദ്ധതിയുമായി സഹകരിച്ച കാനറ ബാങ്ക് കാഞ്ഞങ്ങാട് ബ്രാഞ്ച് മാനേജർ BS ഹരീഷ് മുഖ്യാതിഥിയായി. കാസർഗോഡ് ബളാൽ പഞ്ചായത്തിലെ വള്ളിക്കടവ് ഒട്ടോമാളം പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷം. ജനവാസ മേഖലയിലെത്തിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പത്തനംതിട്ട കടൂർക്കാവ് കോട്ടാങ്ങൽ റോഡിലെ മരുതേൻപടി പാലം അപകടാവസ്ഥയിൽ. പാലത്തിന്റെ കൈവരികൾ പൂർണ്ണമായി തകർന്നു. പാലം സംരക്ഷിക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ. കാസർഗോഡ് ചെണ്ടത്തോടി ബണ്ടൻകുഴി പാലം അപകടാവസ്ഥയിലായതോടെ യാത്രക്കാർ ദുരിതത്തിൽ. ചെങ്കള പഞ്ചായത്തിലെ നാരമ്പാടി, അർളടുക്ക എന്നീ വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. പാലത്തിൽ അറ്റകുറ്റപ്പണി നടത്താൻ നടപടി വേണമെന്ന ആവശ്യം. കണ്ണൂർ പേരാവൂർ ഇരിട്ടി റോഡിലൂടെയുള്ള യാത്ര ദുരിതത്തിൽ. റോഡിലെ കുഴിയിൽ വീണ് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ്. റോഡ് നവീകരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം. പത്തനംതിട്ട കോന്നി ഏലിയറക്കൽ ജംഗ്ഷനിൽ സീബ്ര ലൈൻ ഉൾപ്പെടെയുള്ള സുരക്ഷാ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇല്ലാത്തത് അപകട ഭീഷണി ഉയർത്തുന്നു. സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം.
തലശ്ശേരി കുയ്യാലി പാലത്തിനരികെ പുഴയോരത്ത് മാലിന്യം തള്ളുന്നത് പതിവാകുന്നതായി പരാതി. രാത്രിയുടെ മറവിലാണ് മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തം. കൊല്ലം നിലമേൽ പുതുശ്ശേരിയിൽ അപകടങ്ങൾ പതിവാകുന്നു. വാഹനങ്ങളുടെ അമിതവേഗവും റോഡ് നവീകരണത്തിലെ അശാസ്ത്രീയതയും മൂലമാണ് അപകടങ്ങൾ ഉണ്ടാകുന്നതെന്ന് പരാതി. പുതിയങ്ങാടി കുഞ്ഞി മാക്കൂൽസ് കെ ഉമ്മർ കോയ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ഖബറടക്കം ഇന്ന് രാവിലെ 10:30 കണ്ണമ്പറമ്പ് പള്ളിയിൽ നടക്കും. ഇനി പ്രധാന അറിയിപ്പുകൾ. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഈ മാസം 26 മുതൽ 31 വരെ തിരുവനന്തപുരം കൈരളി ശ്രീ നിള തിയേറ്ററുകളിലായി സംഘടിപ്പിക്കുന്ന 16ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ പങ്കെടുക്കുന്നതിനുള്ള ഓൺലൈൻ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കും. പൊതുവിഭാഗത്തിന് 590 രൂപയും വിദ്യാർത്ഥികൾക്ക് 354 രൂപയുമാണ് ഡെലിഗേറ്റ് ഫീസ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ ഫോട്ടോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസസ്, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിൽ ഈ മാസം 18 സ്പോട്ട് അഡ്മിഷൻ നടത്തും. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. കുഞ്ഞാലിമരക്കാർ സ്കൂൾ ഓഫ് മറൈനിൽ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 18 നടത്തും. വിശദവിവരങ്ങൾ വെബ്സൈറ്റ്. കോഴിക്കോട് വയോജന പരിചരണ മേഖലയിൽ സംരംഭം ആരംഭിക്കാൻ താൽപ്പര്യമുള്ളവർക്കായി കോർപ്പറേഷൻ ഇംഹാൻസിന്റെ സഹകരണത്തോടെ സൗജന്യ പരിശീലനം നൽകുന്നു. 18നും 50നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഇനി ദേശീയ വാർത്തകൾ. കർണാടകയിൽ ശക്തമായ മഴ, റോഡുകളിൽ വെള്ളക്കെട്ട്, കുടക് ഉൾപ്പെടെ 6 ജില്ലകളിൽ നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കാർബൺ ഫിനാൻസ് വഴി കർഷകരുടെ വരുമാനം ഉയർത്താനുള്ള പദ്ധതിയുമായി ഉത്തർപ്രദേശ് സർക്കാർ. സംസ്ഥാനത്തുടനീളം ഈ മാസം 20-ന് 36 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. കനത്ത മഴയിൽ ഹൈദരാബാദിലെ ഹുസൈൻ സാഗർ തടാകം നിറഞ്ഞു. ഹുസൈൻ സാഗറിന് ചുറ്റും താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം. പകർപ്പവകാശ ലംഘനത്തിന് കന്നഡ ചലച്ചിത്ര താരം രക്ഷിത് ഷെട്ടിക്കെതിരെ എഫ്ഐആർ. രക്ഷിത് ഷെട്ടിയുടെ പരംവ സ്റ്റുഡിയോസ് ചിത്രമായ ബാച്ചിലർ പാർട്ടിയിൽ 2 ജനപ്രിയ കന്നഡ ഗാനങ്ങൾ അനുമതിയില്ലാതെ ഉപയോഗിച്ചുവെന്നാണ് പരാതി. ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഗംഗ എക്സ്പ്രസ് വേ പദ്ധതി പൂർത്തിയായി. രാജ്യത്തെ 2ാമത്തെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ആണിത്. 36,230 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. ഉത്തരാഖണ്ഡിലെ 2400 മെഗാവാട്ട് തെഹ്രി ജലവൈദ്യുത സമുച്ചയം സന്ദർശിച്ച് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. സന്ദർശന വേളയിൽ 1000 മെഗാവാട്ട് തെഹ്രി പംപ്ഡ് സ്റ്റോറേജ് പ്ലാന്റിൽ നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി. ജമ്മുകശ്മീരിലെ റിയാസി ജില്ലയിൽ ഭീകരരുടെ ഒളിത്താവളത്തിൽ നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. മേഖലയിൽ തെരച്ചിൽ ശക്തമാക്കി സുരക്ഷാ സേന. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് മൗറീഷ്യസിലേക്ക്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് സന്ദർശന ലക്ഷ്യം. പ്രതിരോധ മേഖലയിൽ ആത്മനിർഭരത കൈവരിക്കുന്നതിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് വലിയ പങ്കുണ്ടെന്ന് കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത്. HAL യൂണിറ്റ് സന്ദർശിച്ച ശേഷമാണ് പ്രതികരണം. അമർനാഥ് യാത്ര ലക്ഷ്യം വെച്ച് വന്ന ഭീകരരെയാണ് കഴിഞ്ഞ ദിവസം വധിച്ചതെന്ന് ഇന്ത്യൻ സൈന്യം. ജമ്മുകശ്മീരിലെ നിയന്ത്രണ രേഖയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 3 ഭീകരരെയാണ് സൈന്യം വധിച്ചത്. DMK സർക്കാരിനെ കടന്നാക്രമിച്ച് തമിഴ്നാട് BJP അധ്യക്ഷൻ കെ അണ്ണാമലൈ. ജലക്ഷാമം പരിഹരിക്കുന്നതിന് DMK സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും വരും വർഷങ്ങളിൽ തമിഴ്നാട് കടുത്ത ജലക്ഷാമത്തിലൂടെ കടന്നുപോകാൻ സാധ്യതയുണ്ടെന്നും അണ്ണാമലൈ. റഷ്യൻ സൈന്യം മാർച്ച് ചെയ്യാനായി അണിയുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ബീഹാർ ബൂട്ടുകളാകും. പട്നയിലെ ഹാജിപൂരിൽ നിർമ്മിച്ച ബൂട്ടുകളാണ് റഷ്യൻ സൈന്യത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. 1.5 ദശലക്ഷം ബൂട്ടുകൾ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്തു. പലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള സഹായത്തിന്റെ ആദ്യ ഗഡുവായ $2.5 മില്യൺ UNRWAക്ക് കൈമാറി. ഈ വർഷം ഇന്ത്യ 5 മില്യണിന്റെ ധനസഹായമാണ് പ്രഖ്യാപിച്ചത്. നോക്കാം രാജ്യാന്തര വാർത്തകൾ.
ഔദ്യോഗിക രഹസ്യരേഖകൾ കൈവശം വെച്ചെന്ന കേസിൽ US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആശ്വാസം. ക്രിമിനൽ കേസ് ഫ്ലോറിഡ ജില്ലാ കോടതി റദ്ദാക്കി. കേസ് റദ്ദാക്കിയത് ട്രംപ് പ്രസിഡന്റായിരുന്ന കാലത്ത് നിയമിച്ച ജഡ്ജ് എയ്ലീൻ കാനൺ. 42 സ്ത്രീകളെ കൊലപ്പെടുത്തിയ സീരിയൽ കില്ലർ കെനിയയിൽ പിടിയിൽ. നെയ്റോബിയിൽ മാലിന്യക്കൂനയിൽ നിന്ന് 9 മൃതദേഹങ്ങൾ ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 33 വയസ്സുകാരനായ കോളിൻസ് ജുമേസി ഖലൂഷ കൊലപ്പെടുത്തിയതിൽ സ്വന്തം ഭാര്യ ഉൾപ്പെടെ 42 സ്ത്രീകളെ. ഇസ്രായേൽ സന്ദർശനത്തിനിടെ ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി മധ്യ ഗസയിൽ ആക്രമണം ഘടിപ്പിച്ചു. ഇസ്രായേൽ അൽ മവാസിയിലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 90 പേർ. വൈമാനികരെ അഭിനന്ദിച്ച ഇസ്രായേൽ പ്രതിരോധ മന്ത്രി. ചൈന റഷ്യ സംയുക്ത നാവികാഭ്യാസത്തിന് തുടക്കം. ദക്ഷിണ ചൈനയിലെ ഴാൻജിയാങ്ങിൽ സൈനിക തുറമുഖത്താണ് നാവികാഭ്യാസം. മലാവിയും ചൈനയും ആരോഗ്യ സഹകരണത്തിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. മലാവിയൻ ആരോഗ്യമന്ത്രി ഖുംബിസെ കണ്ടോഡോ ചിപ്പോണ്ടയുടെയും മലാവിയിലെ ചൈനീസ് അംബാസിഡർ ലോങ് സോയുടെയും നേതൃത്വത്തിലാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ചൈനയിൽ കനത്ത മഴ, റോഡുകളിൽ വെള്ളക്കെട്ട്. വടക്കൻ പ്രവിശ്യകളായ ഗാൻസു, ഷാങ്സി മേഖലകളിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ്. ശ്രീലങ്ക ശരാശരി വൈദ്യുതി നിരക്ക് 20% കുറയ്ക്കും. ഇന്നു മുതൽ പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ. ഗാർഹിക മേഖലയിൽ 30 യൂണിറ്റ് താഴെ ഉപയോഗിക്കുന്നവർക്ക് 25% ഇളവ് ലഭിക്കും. റൊമാനിയയിൽ ഉഷ്ണതരംഗം. രാജ്യത്തിന്റെ തീരപ്രദേശങ്ങളിൽ താപനില 42 ഡിഗ്രി സെൽഷ്യസിൽ എത്താമെന്ന് മുന്നറിയിപ്പ്. പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ കനത്ത മഴ, 40 പേർ മരിച്ചു, 230 പേർക്ക് പരിക്ക്, നിരവധി വീടുകൾ തകർന്നു. പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് നേതാവും മുൻ വിദേശകാര്യമന്ത്രിയുമായ ഷാ മുഹമ്മൂദ് ഖുറേഷിക്കെതിരെ തീവ്രവാദ വിരുദ്ധ കോടതി കുറ്റം ചുമത്തി. കഴിഞ്ഞ വർഷം മെയ് 9 നടന്ന ആക്രമണത്തിനിടെ പോലീസ് സ്റ്റേഷൻ കത്തിച്ച കേസിലാണ് നടപടി. പലസ്തീന് കൂടുതൽ സഹായവുമായി UAE 3 ടൺ മെഡിക്കൽ ഉപകരണങ്ങൾ ഗസ മുനമ്പിൽ എത്തിച്ചു. ഇതുവരെ UAE നൽകിയത് 337 ടണ്ണിന്റെ വൈദ്യസഹായം. കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികളുടെ റെസിഡൻസി സ്വകാര്യ തൊഴിൽ മേഖലയിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷകൾ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ സ്വീകരിച്ചു തുടങ്ങി. 2 മാസമാകും അപേക്ഷകൾ സമർപ്പിക്കാൻ സൗകര്യം. ഓൺലൈൻ ഭക്ഷണത്തിന് ഇനി ചെലവേറും. സൊമാറ്റോയും സ്വിഗ്ഗിയും പ്ലാറ്റ്ഫോം ഫീ ഉയർത്തി. 5 രൂപയിൽ നിന്ന് 6 രൂപയായാണ് വർധന. രാജ്യത്തുടനീളം പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുമെന്ന് കമ്പനികൾ. മോട്ടോർ സൈക്കിളിൽ സീറ്റ് ബെൽറ്റ് എന്ന ആശയത്തിന് പേറ്റന്റ് നേടാനുള്ള ശ്രമത്തിൽ ചൈനീസ് വാഹന നിർമ്മാതാക്കൾ. മുൻനിര ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ CF മോട്ടോ ആണ് നീക്കവുമായി മുന്നോട്ട് വന്നത്. ഇസ്രായേൽ സൈബർ സെക്യൂരിറ്റി സ്റ്റാർട്ടപ്പായ വിസിനെ സ്വന്തമാക്കാൻ ഗൂഗിളിന്റെ മാതൃ കമ്പനിയായ ആൽഫബൈറ്റ്. $2,300 കോടി ഏറ്റെടുക്കൽ. പ്രമുഖ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് സ്ഥാപനമായ ഷവോമിയുടെ റോബോട്ട് വാക്യൂം ക്ലീനർ X10 ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചു. വില 29,999 രൂപ മുതൽ. ആഡംബര കാർ നിർമ്മാതാക്കളായ മെഴ്സിഡസ് ബെൻസ് പുതിയ EV വാഹനങ്ങൾ പുറത്തിറക്കി. EQA 250+, EQB 350+ എന്നിവയാണ് പുറത്തിറക്കിയത്. ഇന്ത്യയുടെ ചരക്ക് വ്യാപാര കമ്മി ജൂണിൽ ഉയർന്നു. ഇറക്കുമതി $20.98 ബില്യൺ വർദ്ധിച്ചതായി റിപ്പോർട്ട്. ഇന്ത്യയിൽ നിന്നുള്ള ഓട്ടോമൊബൈൽ കയറ്റുമതിയിൽ റെക്കോർഡ് വർധന. കയറ്റുമതി 15% ഉയർന്ന് 11 ലക്ഷം യൂണിറ്റിലെത്തി. കെനിയയിൽ EV ചാർജിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കാൻ ഒരുങ്ങി ചൈനീസ് സ്ഥാപനമായ മോജ EV. ഈ വർഷം അവസാനത്തോടെ രാജ്യത്തുടനീളം 100 ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുമെന്ന് കമ്പനി. ഓംകാർ കെമിക്കൽസിന്റെ ഓഹരികൾ ഏറ്റെടുക്കാൻ ഒരുങ്ങി അദാനി. ഏറ്റെടുക്കുക 67% ഓഹരികൾ. കായിക വാർത്തകളിലേക്ക്. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ യുവ മധ്യനിര താരം ജീക്സൺ സിംഗ് ക്ലബ്ബ് വിടും. താരം ഈസ്റ്റ് ബംഗാളുമായി കരാർ ധാരണയിലെത്തിയതായി IFTWC റിപ്പോർട്ട്.
അൽവാരോ മൊറാട്ട ഇനി AC മിലാനിൽ. അത്ലറ്റിക്കോ മാഡ്രിഡ് താരവുമായി AC മിലാൻ കരാർ ധാരണയിലെത്തി. താരം 4 വർഷത്തെ കരാർ ക്ലബിൽ ഒപ്പുവയ്ക്കും. അറോഹോ കളത്തിലേക്ക് തിരിച്ചുവരാൻ ഡിസംബർ ആകുമെന്ന് വിവരം. ബാഴ്സലോണയ്ക്ക് ഇത് വലിയ തിരിച്ചടിയാകും. അറോഹോയ്ക്ക് സർജറി വേണ്ടിവരുമെന്ന് ക്ലബ് വ്യക്തമാക്കി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം വില്ലി കാംവാള ക്ലബ് വിട്ടു. സ്പാനിഷ് ക്ലബായ വിയാറയലാണ് താരത്തെ സ്വന്തമാക്കിയിരിക്കുന്നത്. 5 വർഷത്തെ കരാർ താരം ഒപ്പുവെച്ചു. ഇനി കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. ഗോകുലം മൂവീസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ഭ ഭ ബ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പാലക്കാട് പൊള്ളാച്ചി റൂട്ടിലെ കോഴിപ്പാറയിൽ ആരംഭിച്ചു. നവാഗതനായ ധനഞ്ജയ് ശങ്കറാണ് സംവിധാനം. ധ്യാൻ ശ്രീനിവാസൻ, സിദ്ധാർത്ഥ് ഭരതൻ, ബൈജു സന്തോഷ്, ബാലു വർഗീസ്, സലീം കുമാർ, ദേവൻ തുടങ്ങിയ വൻ താരനിര ചിത്രത്തിലുണ്ട്. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രം D150യുടെ സെറ്റിൽ കേക്ക് മുറിച്ച ആഘോഷം. ചിത്രീകരണം 65 ദിവസം പിന്നിട്ട വേളയിലാണ് ആഘോഷം. ദിലീപാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത്. മീര ജാസ്മിൻ, അശ്വിൻ ജോസ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി VK പ്രകാശ് സംവിധാനം ചെയ്യുന്ന പാലും പഴവും എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ചിത്രത്തിൽ ശാന്തി കൃഷ്ണ, അശോകൻ, മണിയൻപിള്ള രാജു, നിഷ സാരംഗ്, മിഥുൻ രമേശ് തുടങ്ങിയ വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ചിത്രം ബ്രോമാൻസിന്റെ പൂജ നടന്നു. അർജുൻ അശോകൻ, മാത്യു തോമസ്, ശ്യാം മോഹൻ, സംഗീത് പ്രതാപ്, മഹിമ നമ്പ്യാർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. മാത്യു തോമസും ശ്രീനാഥ് ഭാസിയും ഒന്നിക്കുന്ന ചിത്രം ഉടുമ്പൻ ജോലവിഷന്റെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് പുറത്തിറക്കി. A&R മീഡിയ ലാബ്സിന്റെയും UB പ്രൊഡക്ഷൻസിന്റെയും ബാനറിലാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഫ്രഞ്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിജയ റാലിയുടേത് എന്ന പേരിൽ പ്രചരിക്കുന്ന ദൃശ്യം വ്യാജം. ഫ്രഞ്ച് നഗരമായ ലിയോണിൽ ഗസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പലസ്തീൻ അനുകൂല പ്രകടനത്തിന്റെ ദൃശ്യമാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. മുംബൈ എക്സ്പ്രസ് ഹൈവേയിൽ ബസ് കുഴിയിലേക്ക് മറിഞ്ഞ അപകടം. 4 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. പാരീസിലുണ്ടായ കത്തിയാക്രമണത്തിൽ സൈനികന് പരിക്ക്, പ്രതി അറസ്റ്റിൽ. ഫ്രഞ്ച് പൗരനായ പ്രതിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് പോലീസ്. ഹൈദരാബാദിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. AC-യിൽ നിന്ന് തീ പടർന്നതാകാമെന്ന് നിഗമനം. കുറ്റ്യാടി ചുരം റോഡിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും ചുരം ഡിവിഷൻ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തകരും KSEB അധികൃതരും എത്തി മരം മുറിച്ചു മാറ്റി. കോട്ടയത്ത് കനത്ത മഴയിലും കാറ്റിലും വൻ നാശനഷ്ടം. 25ഓളം വീടുകൾ തകർന്നു. 16ഇടത്ത് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട്. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ജമ്മുകശ്മീരിലെ ഡോഡ ജില്ലയിൽ ഭീകരാക്രമണം. 5 സൈനികർക്ക് ഗുരുതര പരിക്ക്. വനമേഖലയിലാണ് ആക്രമണമുണ്ടായത്. പ്രതിപക്ഷം ഭരിക്കുന്ന ഡൽഹി, പഞ്ചാബ്, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രവിഹിതം അനുവദിക്കുന്നത് നിർത്തി. തീരുമാനം ധാരണാപത്രങ്ങളിൽ ഒപ്പിടാൻ സംസ്ഥാനങ്ങൾ വൈകിയ സാഹചര്യത്തിൽ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച റിപ്പബ്ലിക്കൻ പാർട്ടി. JD വാൻസ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. പ്രഖ്യാപനം പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിൽ. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു.